ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് കോളേജിലെ കുറച്ച് വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മളെ കോളേജിൽ യൂണിയൻ ഇനോഗ്രേഷൻ ആയിരുന്നു. അപ്പോൾ പുതിയ യൂണിയൻ കയറിയിട്ട് ആദ്യത്തെ പരിപാടിയാണ്. അപ്പോൾ നമ്മളൊരു സെലിബ്രിറ്റീനൊക്കെ കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ സെലിബ്രിറ്റീനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. അപ്പോൾ ക്ലാസ്സൊന്നും ഇല്ലാത്ത കാരണം ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മളിങ്ങനെ ടീച്ചേഴ്സുമായിട്ട് ഓരോന്ന് സംസാരിച്ച് ഇരിക്കുകയായിരുന്നു. ഡിഗ്രി ചെയ്യാൻ പോവാ, കാശ് വേണം മിസ്, മെയിനായിട്ട് കാശ് വേണം. ഞാൻ മിണ്ടുകി ആവശ്യത്തിന് മാത്രം മിണ്ടുള്ളൂ. സിനിമയുടെ എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. എങ്ങനെയായിരുന്നു അതിന്റെ ഗുണാക്കേവിലാണ് പോയത്. കുന്നംകുളത്ത് ഞാൻ വന്നൊഴിക്ക് ഇവിടെ ഒരു ഗുണാക്കേവിന്റെ പോസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ടല്ലോ, അതാണോ? ഒറിജിനൽ. ഓക്കെ. നമ്മള് സിനിമ ഷൂട്ട് ചെയ്യുമ്പോഴേ മുമ്പ് തന്നെ നമ്മൾ കുറച്ച് ദിവസം മുമ്പ് നേരത്തെ പോയി കൊടൈക്കനാലില്. നമ്മൾ പിള്ളേരെല്ലാവരും സെറ്റാണ്. ഇപ്പോൾ വാസി, സൗബിക്ക് എല്ലാവരും, നമ്മൾ ബാലു, ഗണു, നമ്മളൊക്കെ ഒരു ടീമായിട്ടാണ് പോയത്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ഡയറക്ടർ ചിദംബരം, പുള്ളി നമ്മളായിട്ട് ഭയങ്കര ജോളിയാണ്. അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ ചില്ല് ചെയ്യാൻ പോയേക്കുന്ന ഒരു പരിപാടിയായിരുന്നു ശരിക്കും മഞ്ഞുമൽ ഷൂട്ട്. ഫസ്റ്റ് എടുത്തത് നിങ്ങൾ കാണുന്ന പുറത്തുള്ള പോർഷൻസാണ് ഫസ്റ്റ് ഷൂട്ട് ചെയ്തത് നമ്മൾ. അതായത് ഗുണാക്കേവിൽ മറ്റേ വേര്, അവിടെ ഓട്ടം കാര്യങ്ങളൊക്കെ ഇല്ലേ, നമ്മൾ ഗുണാക്കേവിലേക്ക് പോകുന്ന വഴി, ആ മതിലിയാടി പോകുന്ന പരിപാടി, അതൊക്കെയാണ് ആദ്യം എടുത്തത്. പിന്നെ ഗുണാക്കേവിലുള്ള പരിപാടിയൊക്കെ നമ്മൾ അത് കഴിഞ്ഞൊരു 2 മാസത്തിന് ശേഷം അകത്താണ് സെറ്റ് ഇട്ടതിന് ശേഷം നമ്മുടെ കുറച്ചപ്പുറത്തേക്ക് മാറിയിട്ട് മൂവാറ്റുപുഴ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ നമ്മൾ സെറ്റ് ഇട്ടിട്ടാണ് നമ്മൾ ചെയ്തത് അതൊക്കെ. അപ്പം ഈ ഗുണാക്കേവിലേക്ക് ഇറങ്ങുക എന്നുള്ളൊരു പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് 5 മണി, വെളുപ്പിന് 5 മണിക്ക് നമുക്ക് മല കയറി ചെല്ലണം. 5 മണി തൊട്ട് 9 മണി വരെ ആയിരിക്കും ഷൂട്ട്. കാരണം 9 മണിക്ക് ഗസ്റ്റ് വരും, അവിടെ വിസിറ്റേഴ്സ് വരും. പിന്നെ അവിടെ മഴ, കൊടൈക്കനാലിലെ തണുപ്പറിയാമല്ലോ. ആ തണുപ്പത്ത് ഞാൻ 3 ദിവസം മഴയത്തിരുന്നത്. രാവിലെ തൊട്ട് ഉച്ച വരെ ഇരിക്കും. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് പിന്നെ ബ്രേക്ക്, അത് കഴിഞ്ഞ് ഷൂട്ട് വൈകുന്നേരം ഒരു 6 മണിയൊക്കെ ആകുമ്പോഴേക്ക് കാറ്റടിക്കും. ആ കാറ്റത്തെ മഴയത്തൊക്കെ ഇരുന്നുണ്ടല്ലോ, അതൊന്നും ഓർക്കാനേ പറ്റില്ല. കാരണം ഭയങ്കര പ്രശ്നമായിരുന്നു. പനിയൊക്കെ വന്ന് എല്ലാവരും ഭയങ്കര ടയർഡായിരുന്നു. എല്ലാവരും മൊത്തം ക്രൂ വെള്ളത്തിലായിരുന്നു. അപ്പോൾ എന്താ ചിരിക്കണേ? വേണ്ട. അപ്പം അങ്ങനെ അതൊരു എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ടെന്ന് വെച്ചാൽ ഭയങ്കര ഗംഭീര എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഇനി അങ്ങനെ ഒരു സിനിമ ഒരിക്കലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. കാരണം ഇനി ഗുണാക്കേവിനകത്ത് ഇറങ്ങാൻ പോലും ഞങ്ങൾക്ക് പറ്റില്ല. കാരണം അത് റെസ്ട്രിക്റ്റഡ് ഏരിയ ആണ്. അതിനകത്തേക്ക് പെർമിഷൻ കിട്ടിയതുകൊണ്ട് മാത്രം, നമ്മളൊരു സുഹൃത്ത് അന്നത്തെ DF ആയിരുന്നു അവിടെ. അപ്പം അതുകൊണ്ട് മാത്രമാണ് നമുക്ക് പെർമിഷൻ കിട്ടിയത്. അവിടെ ലിയോയുടെ ഷൂട്ടിന് വിജയ് വന്നിട്ട് പോലും ഒരു പെർമിഷൻ കൊടുത്തില്ല. പക്ഷെ നമുക്ക് തന്നു. കാരണം നമ്മൾ മലയാളികളാണ്, പുള്ളി മലയാളിയാണ്. പുള്ളിക്ക് അങ്ങനെ തമിഴന്മാരെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പുള്ളി കൊടുത്തില്ല. അതാ പ്രശ്നം ഉണ്ടായത്. വിജയ് ഫാൻസ് ക്ഷമിക്കണം ഞങ്ങളോട്. എല്ലാ കാര്യങ്ങളിലും മക്കളുടെ കൂടി ഉണ്ടാവണം. മക്കൾക്കൊരു നല്ല ഫ്രണ്ടായിരിക്കണം. അങ്ങനെ നോക്കുമ്പോൾ അച്ഛനേക്കാൾ നല്ലൊരു എക്സാമ്പിളായിട്ട് എനിക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേറൊരു ആളില്ല. അച്ഛൻ്റെ ചെറുപ്പം മാത്രമേ ചെയ്തേക്കണം അതുവരെ. അപ്പം അത് പുള്ളിക്ക് എപ്പോഴുള്ള ഒരു അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്നെ അച്ഛൻ്റെ ചെറുപ്പം ചെയ്യാനല്ലാതെ വേറെ ഒന്നിനും വിളിക്കില്ല എന്നൊരു അഹങ്കാരം അച്ഛനുണ്ടായിരുന്നു. ഈ മഞ്ഞുമൽ ബോയ്സിലേക്ക് വിളിച്ചപ്പോൾ അച്ഛൻ്റെ ഈഗോ ഹേർട്ടായി. അത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം വെച്ചാൽ ചെറുപ്പം ചെയ്യാനല്ല വിളിച്ചേക്കുന്നത്, വേറൊരു ക്യാരക്ടർ ചെയ്യാനാണ്. അപ്പോഴാണ് പുള്ളി ചോദിച്ചത് എന്നോട്, നിന്നെയൊക്കെ ആരുടെ സിനിമയിലേക്ക് വിളിക്കുന്നത്, എനിക്ക് എന്താണ് നിന്റെ ക്വാളിറ്റി എന്താണെന്നൊക്കെ എന്നോട് ചോദിച്ചത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നടികർ എന്ന് പറഞ്ഞ സിനിമ ചെയ്തു. അപ്പോഴും അച്ഛൻ പറഞ്ഞത് നടികർ അത്ര വലിയ സക്സസ് ആയിരുന്നില്ല. അപ്പോഴും ഇത് തന്നെയായിരുന്നു, ഒരു പടമല്ലേ ആയിട്ടുള്ളൂ, ഒരു പടമടിയല്ലേ ഉള്ളൂ, അത്ര വലിയ സംഭവമൊന്നുമല്ല. ഇപ്പോഴും ആൾക്കാർ വിചാരിക്കുന്നത്, ഇപ്പം ഇവിടെ എന്നെ അഭിസംബോധന ചെയ്തപ്പോഴും സലീം കുമാറിന്റെ മകൻ എന്നുള്ളൊരു ലേബലിലാണ് ഞാൻ അവിടെ വന്ന് നിൽക്കുന്നത്, എനിക്കറിയാം. അപ്പം ഇപ്പോഴും അച്ഛൻ പറയുന്നത്, നീ അതിൽ നിന്നും പുറത്തിറങ്ങിയിട്ടില്ല, ഇപ്പോഴും സലീം കുമാറിന്റെ മോനായിട്ട് ആൾക്കാർ വിളിക്കുന്നു, അത്രേ ഉള്ളൂ. അങ്ങനെ എന്നെ ഭയങ്കരമായിട്ട് ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളെ കൂടിയാണ് എൻ്റെ അച്ഛൻ. അതുകൊണ്ട് എല്ലാ തരത്തിലും നല്ലൊരു മനുഷ്യനാണ്. പലവട്ടം പാടിയോ? പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂല്ലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂല്ലേ.
മനസ്സിൽ പ്രതിഷ്ഠ നേടാൻ കൊതിച്ചതാണ് ഈ നെഞ്ചം തകർത്തെടുക്കി പെട്ടിയിലാക്കിയില്ലേ പൊൻപ്രഭാതം വിടരും നേരം കുളിച്ചു റെഡിയായി വന്നു കൊതിച്ച പെണ്ണോ ചിത്ത വിളിച്ചില്ലേ എലിഭ്യനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു എലിഭ്യനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ അടുത്ത പറഞ്ഞോ നിരാശ കാമുക ലോകത്തിൽ ഒരു പ്രധാനിയായി ഞാൻ നിന്നു സപ്ലിക തീർത്തൊരു കൊട്ടാരത്തിൻ മുന്നിൽ പകച്ചു നിന്നു മാതാപിതാക്കൾ ഗുണ്ടകളായില്ലേ എളിഭ്യനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു എളിഭ്യനായി വിഷണ്ണനായി ഏകാന്തനായി ഞാൻ നിന്നു പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത് ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ താങ്ക് യു അങ്ങനെ യൂണിയൻ ഇനോഗ്രേഷനൊക്കെ അടിപൊളിയായിട്ട് കഴിഞ്ഞു. പിന്നെ നമുക്കൊരു സെൻഡ് ഓഫ് ഉണ്ടായിരുന്നു. അപ്പോൾ സെൻഡ് ഓഫിൽ എല്ലാ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചായയും പഴംപൊരിയൊക്കെ കിട്ടി. അപ്പോൾ നമ്മളത് കഴിച്ചിരുന്നു. പിന്നെ നമ്മൾ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങുമ്പോഴത്തേക്കും പിള്ളേരുടെ വക അവിടെ വിക്ടറി ഡേയുടെ ഭാഗമായിട്ട് പ്രോഗ്രാംസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ 4 മണിയായപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടോ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോഴും പിള്ളേരുടെ പ്രോഗ്രാംസ് ഒന്നും അവിടെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇനി വേറെ വീഡിയോയിൽ കാണാം. ബൈ.